ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലാസ്സിലെ ആദ്യയുടെ എൻഗേജ്മെൻറ്റാണ് തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും ഗേൾസും ബോയ്സും കൂടി പെട്ടിങ് ഇടയ്ക്ക് എല്ലായിടത്തും പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവളുടെ വീട്ടിലേക്കല്ല പോയത്, തൃശ്ശൂരുള്ള വേറെ കുറേ പിള്ളേരുടെ വീടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ സെപ്പറേറ്റ് വീടുകളിലായിട്ട് നിൽക്കുക ചെയ്ത് കേട്ടോ. ഞങ്ങൾ നിന്നത് ഗാഥയുടെ വീട്ടിലാണ് കേട്ടോ. എന്ത് രസമല്ലേ ആ പ്ലാന്റ്സും ഇതൊക്കെ വെച്ചപ്പോൾ ആ വീട് ഹോളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ജൂബാർക്ക് ഇതിപ്പോൾ അമ്മക്കുട്ടീനെ ഉറക്കുകയാണ് തോളിലിട്ടിട്ട്. ബാക്കി കുറച്ച് പേര് വേറെ പിള്ളേരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എല്ലാവരും നൈറ്റൊക്കെ ട്രെയിനിലൊക്കെ വന്ന ക്ഷീണത്തിൽ ഫുഡൊക്കെ നല്ല അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് കെട്ടും പിടയ്ക്കൊക്കെ എടുത്ത് തിരിച്ച് എൻഗേജ്മെൻറ്റിന് പോകുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും എൻഗേജ്മെൻറ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതേ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഈ നിൽക്കുന്ന രണ്ടുപേരും ആദ്യയുടെ ചേച്ചിമാരാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ എൻഗേജ്മെൻറ്റ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ, പക്ഷേ തൃശ്ശൂർ വേറെ തന്നെ ഡിഫറെൻ്റാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ബോയ്സ് എല്ലാവരും ആദ്യയുടെ വീട്ടിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഗേൾസ് സെപ്പറേറ്റ് അവിടെ അടുത്തുള്ള വീടുകളിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പരിപാടിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം ഏകദേശം സെറ്റായെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ, ഫുഡാണ് മുഖ്യമല്ലേ. അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ അവിടെ പോയി സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ആദ്യം അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. സെക്കൻഡ് ഡ്രസ്സ് ഒരു സാരിയാണ് കേട്ടോ. സാരി അവൾക്ക് അടിപൊളിയായിട്ടുണ്ട്. അവൾ നല്ല ഹൈറ്റൊക്കെ ഉള്ളതായിട്ട് സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഫുഡാണ് കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡുകൾ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ എൻഗേജ്മെൻറ്റും ഫുഡ് അടിയും പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ആദ്യയുടെ വീട്ടിലേക്ക് പോയിട്ടോ. ഇത്ര അടുത്ത് വന്നിട്ട് ആദ്യ വീട്ടിലേക്ക് എങ്ങനെ പോകാണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ ആദ്യ വീടിൻ്റെ നേരെ മുമ്പിലുള്ള വീടാണ് കേട്ടോ അത്. പുറമേ നിന്ന് കാണുമ്പോൾ എന്ത് രസം നോക്കി, ഫുൾ പ്ലാന്റ്സും ഓരോ ബോട്ടിൽസും പിന്നെ ഐസ്ക്രീം ബോള് പല സാധനങ്ങളും വെച്ചിട്ട് ആ വീട്ടിൽ മുട്ടത്തോട് എന്തൊക്കെയോ കുറേ ക്രിയേഷൻസ് ആട്ടോ ചെയ്തിട്ടുള്ളത്. ആൻറ്റി അങ്കിളാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ സത്യം പറഞ്ഞാൽ പോരാന്തര തോന്നിയിരുന്നില്ല കേട്ടോ. കാരണം അത്രയും നമുക്ക് കണ്ടു തീരാത്ത അത്രയും സാധനങ്ങളുണ്ട് അവിടെ, അത്രയും പ്ലാന്റ്സ് ഉണ്ട് അവിടെ. അത് അവർ സ്വന്തം മക്കളെ പോലെ ഉണ്ട് ആ പ്ലാന്റ്സും കാര്യങ്ങളും നോക്കണതും നനയ്ക്കണതും അത്രയും നന്നായി ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. അവർ വരണം എത്രയോ മണിക്കൂറോളം നിന്നിട്ട് അതൊക്കെ നനച്ചെടുക്കണത്, അത്രയും നല്ല നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് വാടിപ്പോയതിന് അവർക്ക് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതായിരുന്നു കേട്ടോ അവളുടെ ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടങ്ങി കേട്ടോ. ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് കൂട്ടി. ഐഫോൺ ഇറക്കാന്നൊരു സമാധാനം ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരുപാട് ഫോട്ടോസ് എപ്പോഴും ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ചെറിയ ഗിഫ്റ്റൊക്കെ അവൾക്ക് കൊടുത്തു. അവളേനെ ചേട്ടൻ്റെ കയ്യിൽ എടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു കേട്ടോ. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അവളുടെ വീട്ടിൽ പോയതും. ആ 2 ദിവസം ഞങ്ങൾ ശരിക്കും ക്ലാസ്സാർ അടിച്ച് പൊളിച്ചു കേട്ടോ. എങ്ങനെ മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ കോലം കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.